എന്താ വേണ്ട ഇരുന്ന ഇരിപ്പുറക്കൂല അതാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നമ്മള് തെരേണ്ടടുത്തൊക്കെ തെരഞ്ഞിക്കണേ. ഓം ദുനിയാവിൽ എവിടെ ഉള്ളതെന്ന് അറിയുന്നില്ല, അതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള മുതലും മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ടാണ് ഈ ഇരിക്കണത്. ഹലോ, പറ. അതെയോ? ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വരാം വരാം വരാം. പിന്നെ എവിടെയാണെങ്കിലും വരാം. ശരി ശരി ശരി. പോയതോ? അവനെ കിട്ടിയിട്ടുണ്ട്, സതീശനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എവിടെയാണ്? എന്ത് കേസ്? ഏത് കേസ്? ഇനി കേസൊന്നുമില്ല. ഇതൊക്കെ നാട്ടില് കുറെ ആളുകൾ കടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുന്നതാണെന്ന്. ഇതിപ്പോ എന്റെ ആദ്യത്തൊന്നും അല്ലല്ലോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ അതൊക്കെ അങ്ങ് കെട്ടടങ്ങും, അത് അതിന്റെ പാട്ടിന് പോകും, അത്രേ ഉള്ളൂ. അതെ, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പൈസയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇനി അത് പറ്റില്ല. ഞാൻ പാപ്പരാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എങ്ങനെ ആളുകൾക്ക് പൈസ എടുത്ത് വിതരണം ചെയ്യും? ഏതായാലും പാപ്പരായിട്ടുള്ള സ്ഥിതിക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള പൈസ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ഒരു പുതിയ ബിസിനസിനെ പറ്റി ആലോചിക്കുകയാണ്. മനസ്സിലായില്ല എനിക്ക് അല്ലേ? നമ്മള് പോയത് ഒരു സീതള. അതെ, മനസ്സിലായി. അതെ, ഞങ്ങളെ പറ്റിക്കാന്ന് ഞാൻ വിചാരിക്കരുതാ. ആനപ്പതി ഫ്രോഡുകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ തന്നെ പോലെ ഒരു വൃത്തികെട്ടം എന്താ പറയാ. നമ്മളെ പൈസ മുഴുവൻ എടുത്ത് മുങ്ങിയിട്ട് ഓമ്പടെ വന്ന് സുജായിയായിട്ട് ജീവിക്കാണ് റിസോർട്ടിൽ. എന്റെ സ്വർണ്ണം പൈസ എന്താണോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? പിന്നെ എങ്ങനെയാണ് അവനോട് സംസാരിക്കേണ്ടത്? നമ്മുടെ കമ്പനി പൊളിഞ്ഞതല്ല, ഇതിൽ ചേർന്ന എല്ലാ ആളുകൾക്കും പൈസ തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച ആൾ തന്നെയാണ് ഞാന്. എന്നിട്ട് എവിടെയെന്ന്? പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നം ഉണ്ടായി. ഒരു കോടതി വിധി വന്നു. കോടതി വിധിയിൽ സത്യശീലൻ പാപ്പരാണ് എന്നാണ് കോടതി പറയണത്. ഇങ്ങനെ പാപ്പരായി നിൽക്കുന്ന ഒരാള് ആളുകൾക്ക് ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിഷയാവും. കോടതിയെ ലക്ഷ്യാണ്. സത്യശീലൻ പാപ്പരാണ് എന്ന് വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജിയുടെ മുഖത്ത് ഞാൻ പിന്നെ എങ്ങനെ നോക്കും ഇതോ? ഇതിനൊരു നീതി ന്യായമൊക്കെ വേണ്ടേ? അതാണ് വിഷയം. പിന്നെ മാത്രല്ല, ഇത് കേസാവും. കേസായി കഴിഞ്ഞാൽ ഞാൻ തൂങ്ങേണ്ടി വരും. ആള് ചത്തു പോയിട്ട് പിന്നെ നിങ്ങൾ ആരോട് വന്ന് ചോദിക്കും? ഇപ്പതാ ചോദിക്കാൻ മുമ്പിൽ ഒരാളെങ്കിലും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ നിക്ഷേപിച്ച കായ് മുഴുവൻ പോയിന്ന്. എവിടെ പോയത്? നിങ്ങൾ നിക്ഷേപിച്ച പൈസ മുഴുവൻ എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കല്ലേ? അതും കൊണ്ടേ ഞങ്ങള് പോവുള്ളൂ ഈ പറയണത്. അതിപ്പൊ തരാൻ പറ്റില്ല എന്നല്ലേ പെങ്ങളെ ഞാൻ പറഞ്ഞത്. അത് കിട്ടാതെ ഞങ്ങള് പോവില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ കുറെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസയൊക്കെ ആകെ പോയി കിടക്കാണ്. ഞാൻ പാപ്പരല്ലേ? നിങ്ങൾ ആദ്യം ഞാൻ പറയണത് കേൾക്ക്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ അതിന്റെ ഒരു 4 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞങ്ങൾക്കൊരു താല്പര്യ കുറവില്ല. ഞങ്ങളുടെ കാശ് അങ്ങോട്ട് തിരിച്ചു കിട്ടണം. അതിന്റെ വഴി പറയട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. അതൊരു പുതിയ ബിസിനസ്സാണ്. ഈ ജനുവരി മാസത്തിലാണ് നമ്മൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജനുവരിയിൽ നമ്മൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് മാസം 30 ആവുന്നതോട് കൂടിയിട്ട് 4 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. അതായത് 3 ഇരട്ടി ലാഭം. ഒരാളെ ഞാൻ നിർബന്ധിക്കില്ല. താല്പര്യമുള്ള ആളുകൾ മാത്രം ചേർന്നാൽ മതി. നിങ്ങൾക്ക് ചേരണോ ചേരണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം.